സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്നോ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതുമല്ല. പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലൊന്നുമല്ല ഇപ്പം ഞാനുള്ളത്. പക്ഷേ എനിക്ക് വേണ്ടി സംസാരിച്ച ആൾക്കാരുണ്ട്, എൻ്റെ കൂടെ നിന്നവർ, എന്നെ സപ്പോർട്ട് ചെയ്തവർ, FBയിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത എൻ്റെ കൂടെ നിന്ന് കുറേ അധികം ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി, എൻ്റെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരുന്ന കുറേ അധികം ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം കൊണ്ടോ അല്ലെങ്കിൽ ഈ ഫേസ്ബുക്കിലെ വീഡിയോകൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഓരോ കോണ്ടന്റ് ഉണ്ടാക്കി ഓരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വീഡിയോ ഇറക്കി അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന ഒരാളേ അല്ല ഞാൻ. എന്റെ വീഡിയോകളിൽ എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ് വീഡിയോകളാക്കി ഞാൻ ചെയ്യുന്നത്. അതിനകത്തുനിന്ന് ഒരു വരുമാനമോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു പൈസ ഉണ്ടാക്കി ഞാൻ എന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുമോ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല. എന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഞാൻ ഏത് രീതി, എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ അറിയാം ഞാൻ കഷ്ടപ്പെട്ട് തന്നെയാണ് എന്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. ഇപ്പം അതായത് ഇതൊരു റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതൊരു കോണ്ടന്റ് ആക്കിയോ അല്ലെങ്കിൽ ഇതിന് പ്രതികരിച്ചുകൊണ്ട് വന്നിട്ട് അടുത്തൊരു റീച്ച് ഉണ്ടാക്കാനോ ഒന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും അറിയാം. ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് ഞാൻ ഈ കുട്ടീന്റെ വീഡിയോയുടെ അടിയിൽ കൊണ്ട് ഒരു കമന്റ് ഇട്ടു. ആ കമന്റ് എന്ന് പറയുന്നത് ഒരു തരത്തിലും ഒരു മോശപ്പെട്ടതായിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു വൾഗറായിട്ടോ അല്ലെങ്കിൽ ആ കുട്ടീനെയോ അവരുടെ വീട്ടുകാരെയോ അവരുടെ പ്രൈവസിനെയോ അവരുടെ ഒരു രീതിയിലും അവരെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു കമന്റ് അല്ല ഞാൻ ഇട്ടത്. കാരണം ഞാൻ അവരെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ എല്ലാ വീഡിയോയും ലൈക്ക് ചെയ്യുന്ന ഒരാളാണ്. ആ കുട്ടിയുടെ വീഡിയോയുടെ അടിയിലെല്ലാം റീപോസ്റ്റ് ആയിട്ടും ഹേർട്ടായിട്ടും അല്ലാതെ നല്ല നല്ല രീതിയിലുള്ള കമന്റുകളൊക്കെ ഇട്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ഞാൻ. എനിക്ക് അവരുടെ വീഡിയോകളൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. എന്റെ കൂട്ടുകാർക്കൊക്കെ വരെ ഞാൻ ഇവരുടെ വീഡിയോകൾ കാണുമ്പോൾ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ഇവരെ ഫോളോവർ ആയതുകൊണ്ട് മാത്രം ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ഇവരുടെ ഈ വീഡിയോയിൽ ഇത് തന്നെ ഒരു കണ്ടിന്യൂസ് വന്നപ്പം എന്റെ ഒരു അഭിപ്രായം ഞാൻ അവരുടെ വീഡിയോയുടെ അടിയിൽ കൊണ്ട് ഞാൻ പറഞ്ഞു. അത് ഇത്രേ ഉള്ളൂ. ആ കമന്റ് എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. പക്ഷെ ആ കമന്റ് നിങ്ങൾ കാണണം. ആ കമന്റ് ഇട്ട് ഒരു 1 അവറിനുള്ളിൽ ഏകദേശം എനിക്ക് തോന്നുന്നു അത് ആ സ്ക്രീൻഷോട്ടിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. ഒരു 1 അവറിനുള്ളിൽ ഇവര് ആ കമന്റിന്റെ റിപ്ലൈ ആയിട്ട് ഈ പറയുന്ന കുട്ടിയുടെ ഹസ്ബൻഡ് അതിന്റെ അടിയിൽ വന്നിട്ട് ഒരു കമന്റ് ഇട്ടു. അത് കണ്ടപ്പോ ആ കമന്റ് ഞാൻ കണ്ടതിന് ശേഷം അതിന്റെ കുറെ ലൈക്ക് മറ്റുള്ളവരുടെ ലൈക്ക് ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ അന്നേരം എന്ത് ചെയ്തു, ഞാൻ ആ കമന്റ് ഇട്ട കാര്യം ഓർത്തതേ ഇല്ല. അത് ഇട്ടിട്ട് ഞാൻ വേറെ വഴിക്കും എന്റെ പല കാര്യങ്ങളിലുണ്ട്, ഞാനത് നോക്കി അങ്ങ് പോയി. പക്ഷെ റിപ്ലൈ വന്നപ്പോഴും ഇതിന്റെ ഈ ലൈക്കുകൾ വന്നപ്പോഴും എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. അപ്പൊ ഞാൻ ഇതിന്റെ പുറകെ പോകാനും അല്ലെങ്കിൽ ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മറുപടി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ ആ കമന്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഒരുപക്ഷെ എനിക്ക് ഇപ്പൊ അതൊരു അബദ്ധമായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ അപ്പൊ തന്നെ ആ കമന്റ് ഡിലീറ്റ് ചെയ്ത് അവരുടെ ആ വീഡിയോയിൽ നിങ്ങൾ പോയി നോക്കിയാലേ ആ കമന്റ് അവിടെ ഇല്ല. ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ എന്റെ ജോലി കാര്യങ്ങളായിട്ട് ഞാൻ പോയി. അതിനുശേഷം പിന്നീട് ഇവരിത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ശരിക്കും ഞാൻ ഇട്ട കമന്റിന്റെ അടിയിൽ അവരൊരു കമന്റ് ഇട്ടു, റിപ്ലൈ ആയിട്ടൊരു കമന്റ് ഇട്ടു. അത് അവിടെ തീർന്നൊരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത് ഇവർ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് അത് ഇവർ വീഡിയോ ചെയ്തതും അതൊക്കെ ഞാൻ ഫണ്ണായിട്ട് എടുത്തേനെ. പക്ഷേ എന്റെ പ്രൈവസി, അതായത് എന്റെ ഫോട്ടോസ്, എന്റെ അക്കൗണ്ട് ഇതെല്ലാം പബ്ലിക് ആക്കി പുള്ളിക്കാരത്തി എന്തൊക്കെയോ രീതിയിൽ ഏതൊക്കെ രീതിയിലാണ് പുള്ളിക്കാരത്തി എന്തൊക്കെയോ രീതിയിലാക്കാൻ വേണ്ടി ശ്രമിച്ചത്. എന്താന്ന് വെച്ചാൽ എന്റെ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് അല്ല. ഞാൻ നല്ല രീതിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു മോശപ്പെട്ട വീഡിയോയും ചെയ്യുന്ന ഒരാളല്ല. ഞാനൊരു വൃത്തികെട്ട വീഡിയോ ചെയ്യുമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മോശമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളല്ല. എന്റെ വീഡിയോയും എന്റെ ഫോട്ടോസും എടുത്ത് പബ്ലിക് ആക്കി ചിത്രചേച്ചി അങ്ങനെയാണ്. ഒരു ഡ്രസ്സിൽ 10 വീഡിയോ ചെയ്ത് ശരിയായിരിക്കും. ഞാൻ ഒരു ഡ്രസ്സിൽ ഒരു 2-3 വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. എനിക്ക് അതിനുള്ള കഴിവേ ഉള്ളൂ. കാരണം എനിക്ക് 3 മക്കളാണോ. പുള്ളിക്കാരത്തി രണ്ടാമതൊരു വീഡിയോ ഇട്ടതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് +2 പഠിക്കുന്ന ഒരു മോളുണ്ട്, 2 മക്കളുണ്ടെന്ന്. അതല്ല, എനിക്ക് 3 മക്കളുണ്ട്. എനിക്ക് 3 പെൺകുട്ടികളാണുള്ളത്. മൂത്ത ആൾ പഠിക്കുന്ന 8ാം ക്ലാസ്സിലാണ്. ബാക്കി 2 കുഞ്ഞു പിള്ളേരാണ്. ഇവർക്ക് 3 പേർക്കും ഓരോ ജോഡി ഡ്രസ്സ് എടുത്തതിന് ശേഷം മാത്രമേ എനിക്കൊരു ഡ്രസ്സ് എടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ എല്ലാ ദിവസങ്ങളും ഡ്രസ്സ് എടുത്തുകൊണ്ട് നടന്ന് എല്ലാ ദിവസവും മാറ്റി ഡ്രസ്സ് മാറ്റി വീഡിയോകൾ എടുക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല. എന്റെ സാഹചര്യം അതല്ല. ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിലൂടെയോ അല്ലെങ്കിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടോ ഒന്നും കാശുണ്ടാക്കുന്ന ഒരാളല്ല. ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്റെ മക്കളുടെ കാര്യങ്ങൾ നോക്കി എന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമേ എനിക്കൊരു ഡ്രസ്സ് ആണെങ്കിലും എനിക്ക് എന്താണെങ്കിലും എടുക്കാൻ എനിക്ക് പറ്റുള്ളൂ. അപ്പൊ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ, ഏതായാലും ഡ്രസ്സ് ഇല്ലാതൊന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. നല്ല രീതിക്ക് തന്നെ ഡ്രസ്സ് ഇട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു വീഡിയോ ഇറങ്ങിയതിന് ശേഷം ഈ 3 മില്യൺ, അത് എത്രയും 30 ലക്ഷം ആൾക്കാരുടെ മുന്നിലേക്ക് ഇവൾ എന്നെ ഇട്ടുകൊടുത്തത്, അതായത് ഈ സാറ എന്ന് പറയുന്ന വ്യക്തി എന്നെ ഇട്ടുകൊടുത്തിട്ട് അവൾക്ക് എന്താണ് കിട്ടിയത്? ശരി, അവര് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പിന്നെയാണ് ഓരോരുത്തർ എനിക്ക് ഷെയർ ചെയ്ത് തരുമ്പോഴാണ് ഞാൻ കാണുന്നത്. അതിന്റെ അടിയിൽ ഒരു നെഗറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് ഞാനിട്ടൊരു കമന്റിന് ഇവർ എന്റെ വീഡിയോയും ഫോട്ടോസും എല്ലാം വെച്ച് ഇവർ ഇത്രമാത്രം ഇതാക്കി കഴിഞ്ഞിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കമന്റ് പോലും അവർക്കെതിരെ ആ ഒരു വീഡിയോയിൽ ഒറ്റൊരു വീഡിയോയിൽ പോലും വന്നിട്ടില്ല. എല്ലാ ആൾക്കാരും ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് സംസാരിച്ചു. അല്ലാതെ ഞാനൊരു മോശമാണ് ചെയ്യുന്നതെന്ന് വളരെ കുറച്ച് ആൾക്കാർ, അതായത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രം അത് ഇതായി തോന്നിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം സാറ പറഞ്ഞത്, എനിക്ക് വേണ്ടി ഇവർക്ക് മെസ്സേജ് അയച്ചു. ശരിയാണ്. എന്റെ ഒരു ഫ്രണ്ട്, അതായത് എന്റെ ഒരു മാനസികാവസ്ഥ കണ്ടിട്ട് എന്റെ ഒരു ഫ്രണ്ട് ഇവരുടെ PMൽ പോയിട്ട് ഇവർക്ക് മെസ്സേജ് അയച്ച സമയത്ത് പറഞ്ഞത് ആ കുട്ടീനെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അത് നിങ്ങൾ വീഡിയോ ചെയ്തതായില്ലേ, ഒരു കമന്റ് ഇട്ടാ അതിനൊരു കമന്റ് റിപ്ലൈ ചെയ്താൽ തീരാവുന്ന പ്രശ്നമുള്ള നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന് മാന്യമായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞ സമയത്ത് അവർ ഭയങ്കര വെല്ലുവിളിയായിരുന്നു. ഞാൻ പബ്ലിക്കായിട്ട് മാപ്പ് പറയണമെന്നായിരുന്നു അവർ പറഞ്ഞത്. പബ്ലിക്കായിട്ട് മാപ്പ് പറയാൻ മാത്രം വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്.
അതിന് ഈ സാറയുടെ ഹസ്ബൻഡ് എന്റെ ഫ്രണ്ടിന് ഭയങ്കര വെല്ലുവിളി, അതായത് എനിക്ക് വേണ്ടി സംസാരിച്ച ആളുടെ അടുത്ത് പോയി വെല്ലുവിളിക്കുന്നത്. അതായത് നിങ്ങൾ നിയമപരമായിട്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്തില്ലേ, ഞങ്ങൾ നിയമപരമായിട്ട് പോകുന്നു പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു പോലീസിനല്ല പട്ടാളത്തിലല്ല, ഇനി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്താലും അവന് പ്രശ്നമില്ലെന്നുള്ള രീതിയിലാണ് അവൻ പരിഹസിക്കുകയും എന്താ പറയുക വെല്ലുവിളിക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിലും എനിക്ക് വേണ്ടി സംസാരിച്ച പല ആൾക്കാരുടെ കമന്റിന്റെ അടിയിൽ പോയിട്ട് എന്നെ ഏതൊക്കെ രീതിയിലാണ് ഇവൻ ഭയങ്കരമായിട്ട് പരിഹസിക്കുന്ന രീതിയിലാണ് ഈ പറയുന്ന ആളുടെ ഹസ്ബൻഡ് അവന്റെ ഐഡിയിൽ നിന്ന്, അതായത് ഇതെല്ലാം കിളവന്മാരല്ലേ, ഫേസ്ബുക്കിലെല്ലാം വൃദ്ധന്മാരല്ലെന്നോ അതുകൊണ്ട് വയസ്സായവരല്ലേ ഇവരൊക്കെ പറയുന്നത് മുഖവിലേക്ക് എടുക്കണം, അങ്ങനെയാണ് ഇങ്ങനെ ഭയങ്കര നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതല്ല, കളിയാക്കല്, പരിഹാസം. എന്ത് കണ്ടിട്ടാണ് ഇവർക്ക് കുറെ അധികം ഇവർ ഇൻഫ്ലുവൻസർ ആയിരിക്കും, ഇവരിങ്ങനെ വീഡിയോ ചെയ്ത് നടക്കുന്ന ആൾക്കാരായിരിക്കും. മറ്റുള്ളവരെ പരിഹസിച്ചിട്ട് ഇവർക്ക് എന്ത് കിട്ടും? ഇവർക്ക് കിട്ടുന്ന ആ പൈസ കൊണ്ട് ഇവരെന്തുണ്ടാക്കും? ഈ സാറ് പറഞ്ഞല്ലോ, ഒരു 23 വയസ്സുള്ള ഒരു ആളാണ് ഞാൻ. എന്റെ ഇവരുടെ മനസ്സ് വിഷം ഇവരെ ഓർത്തില്ലേ, ഇവരിങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്റെ മാനസികാവസ്ഥ ഇവർ ചിന്തിച്ചില്ലല്ലോ. ഇങ്ങനെ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുമ്പോൾ എന്റെ മാനസികാവസ്ഥ എന്താണെന്നോ, അല്ലെങ്കിൽ എന്റെ മനസ്സിലുണ്ടാകുന്ന വിഷമം, അല്ലെങ്കിൽ എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എന്റെ കുഞ്ഞുങ്ങൾക്കും എന്റെ വീട്ടിലുള്ള ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു മാനസിക വിഷമം എന്താണെന്ന് സാറ ചിന്തിച്ചില്ലല്ലോ. ഇന്നലെ എനിക്ക് വേണ്ടി സംസാരിച്ച അശ്വൻ എന്ന് പറഞ്ഞ ഒരാൾ, ആ ആളുടെ വീഡിയോ എനിക്ക് വേണ്ടി സംസാരിച്ചാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അതായത് ഓരോരുത്തർ റിയാക്ട് ചെയ്യാൻ തോന്നുമ്പോൾ അവർ ചെയ്യും. അതല്ലാതെ എനിക്ക് ആ ഒരു എന്താ പറയാ, ആ വീഡിയോന്റെ അടിയിൽ പോയി സാറ കമന്റ് ഇട്ടിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ? സാറ അഹങ്കാരിയാണ്, സാറ ആ കമന്റ് ഞാനിവിടെ മെൻഷൻ ചെയ്യാം, അഹങ്കാരിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. ആ ആള് തന്നെയാണ് പിന്നെ അടുത്ത വീഡിയോയിൽ വന്ന് സെന്റിമെന്റൽ ആയിട്ട് വീഡിയോ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവർ പറയുന്നു അങ്ങനെ എനിക്ക് എന്തെങ്കിലും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് അവരുടെ PM-ൽ പോയിട്ട് മെസ്സേജ് അയച്ചില്ല എന്ന് പറഞ്ഞു. ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് അത് ആദ്യം ഒരു ഫൺ, ഈ വീഡിയോ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് എനിക്ക് തോന്നി, അതൊരു വലിയ സംഭവം ഇവരിങ്ങനെ ചെയ്തപ്പോൾ ഒരു ഫൺ. പക്ഷെ അതിനിടയിൽ ഇവരുടെ ഈ പരിഹാസം, ഇവന്റെ ഹസ്ബൻഡ് എന്നെ ഭയങ്കരമായിട്ട് വൾഗറായിട്ട് പരിഹസിക്കുന്ന കണ്ടപ്പോൾ ഇവരുടെ വീഡിയോന്റെ അടിയിൽ പോയി ഇവരുടെ PM-ൽ ഇവർക്ക് ഞാൻ പേഴ്സണലായിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജ് എന്താണെന്ന് അതും ഞാൻ ഇവിടെ കൊടുക്കാം. ഇത്ര ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ അങ്ങനെ ഒരു ആർക്കും എതിരെ ഒരു നെഗറ്റീവ് പറയുന്ന ഒരാളല്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു റിയാക്ട് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല, അങ്ങനെ ഇങ്ങനെ ഉള്ള ഒരാളല്ല. ഒരു കമന്റ് ഇട്ടു, നിങ്ങൾ അതിന് റിപ്ലൈ ഒരു കമന്റ് ഇട്ടാൽ അത് അവിടെ തീരാന്നൊരു പ്രശ്നമുള്ളൂ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചിട്ട് ഞാൻ അവന്റെ PM-ൽ പോയിട്ട് ഞാൻ മെസ്സേജ് അയച്ചതാണ്. ആ മെസ്സേജ് 2 ദിവസം കഴിഞ്ഞിട്ട് അവർ റീഡ് ചെയ്തിട്ട് സീൻ ചെയ്തിട്ടൊന്നുമില്ല. ആ മെസ്സേജ് സീൻ ചെയ്യാത്തത് കൊണ്ട് ഞാൻ അൺസെൻഡ് ചെയ്ത് കളഞ്ഞു. പക്ഷെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു, എന്നിട്ട് അത് ഞാൻ അൺസെൻഡ് ചെയ്ത് കളഞ്ഞു. കാരണം ആ മെസ്സേജ് നോക്കാനുള്ള ഒരു മര്യാദ അവൻ കാണിച്ചില്ല. പിന്നെ അവർക്ക് PM-ൽ പോയി ഞാൻ മെസ്സേജ് അയച്ചില്ലെന്ന് എന്തർത്ഥത്തിലാണ് സാറ പറഞ്ഞത്? എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ ചെയ്ത് ഇനിയിപ്പോൾ ഒരു തെറ്റാണെങ്കിൽ, ആ ഒരു തെറ്റാണെങ്കിൽ നിങ്ങൾ ബൈബിൾ പറയുന്നത് എന്താ? നിങ്ങൾ തെറ്റ് ചെയ്യാത്തവൻ കല്ലെറിയാനല്ലേ പറയുന്നത്. നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ വന്ന് നെഗറ്റീവായിട്ട് കമന്റ് പറയുന്ന ആൾക്കാർ ആരെങ്കിലും ഒരു വീഡിയോക്കെങ്കിലും ഒരു നെഗറ്റീവ് കമന്റ് അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ അടിയിൽ പോലും പോയി കമന്റ് ഇടാത്ത ആൾക്കാരുണ്ടെങ്കിൽ മാത്രം എന്നെ കുറ്റപ്പെടുത്തിയാൽ മതി. കാരണം നമ്മൾ സ്വാഭാവികമായിട്ട് കാണുമ്പോൾ നമുക്ക് എന്താ നമ്മൾ കമന്റ് ഇട്ട് പോകും. അതായത് ഒരാൾ തെറ്റ് ചെയ്യാത്തനുണ്ടെങ്കിൽ കല്ലെറിഞ്ഞാൽ മതി. ഞാൻ അത്രമാത്രം ഒരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതും നെഗറ്റീവായിട്ടല്ല. ആ കമന്റിന്റെ ഫസ്റ്റിലേ തന്നെ ഞാൻ പറയുന്നുണ്ട്, കാര്യം നിങ്ങളുടെ വീഡിയോകളൊക്കെ കൊള്ളാം എന്നുള്ള കാര്യം ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അവരത് ഏത് രീതിയിലാണ്, അവർ ആ രീതിയിലായിരിക്കും അത് എടുത്തത്. പക്ഷെ അവർ റിയാക്ട് ചെയ്തത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിപ്പോയി. എനിക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. പക്ഷെ എന്നെ ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിലാണെങ്കിലും ഈവൻ ഞാൻ ഈ യൂട്യൂബ് ഞാൻ കാണാറേയില്ല. സത്യത്തിൽ ഞാൻ യൂട്യൂബ് പിള്ളേരെന്തെങ്കിലും വീഡിയോ ചെയ്യുന്ന സമയത്ത് കാണാൻ വേണ്ടി മാത്രമേ യൂട്യൂബ് എന്റെ ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇന്ന് വരെ യൂട്യൂബിനകത്ത് ഒരു ചാനൽ എന്തോ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ എന്തോ വീഡിയോകളൊക്കെ ചെയ്തിട്ട് പക്ഷേ അതിനകത്ത് എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയിട്ടേ ഇല്ല. കാരണം ഞാൻ എടുത്തുനിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ഒരാളല്ല. അതുപോലെ തന്നെ പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമുമാണ്. ഇവിടെ രണ്ടിലും ഈ ഒരു വീഡിയോ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. ഒത്തിരി ആൾക്കാർ. ഞാൻ പറയാനുള്ള മറുപടികളൊക്കെ ആ കമന്റിലൂടെ ആൾക്കാർ പറയുന്നത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അധികം സന്തോഷമായി. എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിന് ഒരാളാണെങ്കിൽ പോലും എനിക്ക് അത് മതി. മോശമായിട്ട് ഞാനൊന്നും പറയാനോ മോശമായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടോ ഇല്ലെന്നുള്ള വ്യക്തമായൊരു എന്താ പറയാ ഒരു ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവർക്കെതിരെ ഇനി ഇതിനെതിരെ ഒരു വീഡിയോ ചെയ്യാനോ ഇതിനെതിരെ ഒരു കമന്റ് ഇടാനോ അല്ലെങ്കിൽ സപ്പോർട്ട് എനിക്ക് ഒരു രീതിയിലും ഈ ഒരു ഇതിനിടയിൽ ആരും ഒരു കമന്റ് ഇടാതിരിക്കാൻ വേണ്ടി കാരണം എനിക്കത് മുന്നോട്ട് കൊണ്ടാൽ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണ്. എനിക്ക് 24 മണിക്കൂർ ഫോൺ നോക്കിയിരിക്കാനോ അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് കമന്റിന് റിപ്ലൈ കൊടുക്കാനോ ഒന്നും എനിക്ക് നേരില്ല. അതുകൊണ്ട് ഈ വീഡിയോയുടെ ഈ കമന്റ് ബോക്സ് ഞാൻ ഓഫ് ചെയ്യും. അത് ഞാൻ ആരെയും പേടിച്ചിട്ടല്ല, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്, എനിക്ക് ഇതിന്റെ പുറകെ പോകുന്ന നേരില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ഈ കമന്റ് ഓഫ് ചെയ്യുവാണ്. അതുകൊണ്ട് ദൈവത്തോർത്ത് സാറ എന്നെ വെറുതെ വിട്ടേരെ. നിങ്ങളുടെ വീഡിയോകളും നിങ്ങളെ ഇഷ്ടപ്പെട്ടും നിങ്ങളുടെ വീഡിയോകൾ ഡെയിലി കാണുകയും എടുക്കുകയൊക്കെ ചെയ്ത് നിങ്ങളുടെ വീഡിയോകൾ കണ്ട് എൻജോയ് ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ എന്റെ ഒരു അഭിപ്രായം മാത്രമേ നിങ്ങളുടെ വീഡിയോയുടെ അടിയിൽ ഞാൻ കമന്റ് ഇട്ടിട്ടുള്ളൂ. ആ കമന്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ കുറ്റം കൊണ്ടല്ല. എന്നെ പോലെ പല ആൾക്കാരും നിങ്ങളുടെ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ഇടുന്നുണ്ട്. അതിനൊന്നും നിങ്ങൾ പ്രതികരിക്കാൻ പോയില്ല. കാരണം എന്റെ പ്രൊഫൈൽ കുറച്ച് റീച്ച് ആയിരുന്നു. അതുകൊണ്ട് ഈ റീച്ച് ആയ പ്രൊഫൈൽ എടുത്ത് വെച്ച് നിങ്ങൾ വീഡിയോ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞത് നിങ്ങളത് കോണ്ടന്റ് ഉണ്ടാക്കി തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ പൈസ അത് നിങ്ങൾ എന്നെ വിറ്റുണ്ടാക്കിയ കാശല്ലേ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾ ഉപയോഗിച്ചോ, അതെനിക്കൊരു പ്രശ്നമുള്ള കാര്യമില്ല. അപ്പൊ നിങ്ങൾ എന്നെ വിറ്റ് നിങ്ങൾ കാശുണ്ടാക്കി, അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ നിങ്ങളെ വിറ്റ് കാശുണ്ടാക്കാൻ വന്നിട്ടില്ല ഇന്ന് വരെ. നിങ്ങളെ വിറ്റുന്നല്ല, ആരെ വിറ്റു മനസ്സിലായി. ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കാശുണ്ടാക്കി ജീവിക്കുന്ന ഒരാളാണ്. കഷ്ടപ്പെട്ട് പണിയെടുത്ത് എന്റെ മക്കളെ നോക്കുന്ന ഒരാളാണ്. എന്റെ 3 കുഞ്ഞുമക്കൾ, അവരാണ് എന്റെ ഏറ്റവും വലിയ ലോകം. അല്ലാതെ ഈ കമന്റ് ഇടുന്ന ആൾക്കാരൊന്നും അല്ല. അതൊന്നും എനിക്ക് ഇവരുടെ ആരുടെ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റും എനിക്ക് ആവശ്യമില്ല. ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ്. അപ്പൊ ഓക്കെ, ബൈ.